നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന പൂരം നക്ഷത്രക്കാരുടെ 2025 ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങളാണ്. വേദജ്യോതിഷം അനുസരിച്ച് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ സവിശേഷതകളും ഓരോ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ ഫലങ്ങളും ഉണ്ടാകും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ നിരവധി പ്രധാന ജ്യോതിഷ സംഭവങ്ങളാൽ ശ്രദ്ധേയമാണ്. വിശദമായി നോക്കാം. പൂരം നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ 11ാമത്തേതാണല്ലോ. ഇത് ചിങ്ങൻ രാശിയുടെ 13°20' മുതൽ 26°40' വരെ വ്യാപിച്ചിരിക്കുന്നു. പൂര നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ഇത് സർഗാത്മകത, സൗന്ദര്യം, ആഡംബരം, സ്നേഹം എന്നിവയൊക്കെയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഭാഗയാണ്. ഭാഗ്യം, സമൃദ്ധി, പ്രത്യുൽപാദനം എന്നിവയുടെ ദേവനാണ്. ചിങ്ങൻ രാശിയിൽ ഉൾപ്പെടുന്നതിനാൽ ഇതിൻ്റെ അധിപൻ സൂര്യനാണ്. ഇത് ആത്മവിശ്വാസം, നേതൃത്വ ഗുണം, ഊർജ്ജസ്വലത എന്നിവയൊക്കെ നൽകുന്നു. പ്രധാന യോഗങ്ങളും അവയുടെ സ്വാധീനവും നോക്കുമ്പോൾ ഗുരുപുഷ്യയോഗം ഓഗസ്റ്റ് 21 കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും ഇത് വളരെ ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. ഗജലക്ഷ്മി യോഗവും കാണുന്നുണ്ട്. വ്യാഴവും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നത് ഗജലക്ഷ്മി യോഗത്തിന് കാരണമാകുന്നതാണ്. ഇത് സാമ്പത്തിക നേട്ടങ്ങളെയും സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് മാറുന്നത് പൂരം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും നേതൃത്വ ഗുണങ്ങളും വർദ്ധിപ്പിക്കും. ഇത് തൊഴിൽപരമായ അംഗീകാരത്തിനും സാധ്യത നൽകുന്നതാണ്. വ്യാഴവും ശുക്രനും മിഥുന രാശിയിൽ സംയോജിക്കുന്നത് സാമ്പത്തികമായും പ്രണയബന്ധങ്ങളിൽ അനുകൂല ഫലങ്ങളും നൽകും. ഇത് പുതിയ വരുമാന മാർഗങ്ങളും തുറന്നു തരുമെന്നാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധൻ്റെ വക്രഗതി ആശയവിനിമയത്തിലെ തടസ്സങ്ങളും ഉണ്ടാക്കും. ശനിയുടെ വക്രഗതി മീനൻ രാശിയിൽ ക്ഷമയും അച്ചടക്കവും ഒക്കെ ആവശ്യപ്പെടും. കേതു 1ാം ഭാവത്തിൽ, അത് ചിങ്ങൻ രാശിയിലാണുള്ളത്. അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യങ്ങൾ ശ്രദ്ധിക്കണം ആവശ്യപ്പെടുന്നുമുണ്ട്. പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുള്ള വിവിധ മേഖലകളിലെ ഫലങ്ങൾ. നിങ്ങൾക്ക് സർഗാത്മകവും കലാപരവുമായ ജോലികൾ, സൗന്ദര്യവർദ്ധക മേഖല, രത്നവ്യവസായം, അധ്യാപനം, ഇവന്റ് മാനേജ്മെൻറ്റ്, മൃഗപരിശീലനം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷത്തിൽ കാണുന്നത്. അഭിലാഷവും കഠിനാധ്വാനമൊക്കെ ഉള്ളവരാണ്. 2025 ഓഗസ്റ്റ് മാസം തൊഴിൽ മേഖലയിൽ പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ കാണിക്കുന്നുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾക്കും വികസനങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുകയും വിപണിയെക്കുറിച്ചുള്ള തന്ത്രങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കുകയും ചെയ്യും. അന്തർലീനമായ പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് തടസ്സങ്ങളെ അതിജീവിക്കാനും സാധിക്കും. ഓഗസ്റ്റ് 17 സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം, നേതൃത്വ ഗുണം, വ്യക്തിപരമായ പ്രകടനം എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് തിളങ്ങാനും ശ്രദ്ധ നേടാനും സ്ഥാനക്കയറ്റങ്ങൾക്കും അംഗീകാരത്തിനും അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത്. ചൊവ്വ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് തൊഴിൽ മേഖലയിൽ സജീവതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും. ഇത് എതിരാളികളെ അതിജീവിക്കാനും സാധിക്കും. മത്സരങ്ങളിൽ വിജയിക്കാനും സഹായിക്കും. ഈ മാസത്തിൽ ജോലിഭാരം കൂടുകയും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. ബുധൻ്റെ വക്രഗതി ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആശയവിനിമയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. മൊത്തത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം തൊഴിൽപരമായ വളർച്ചയ്ക്കും അംഗീകാരത്തിനും സാധ്യതയുള്ള സമയമാണ്. ഈ മാസം സാമ്പത്തികമായി പൂരം നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങൾ നൽകുമെന്നാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള വഴികൾ വികസിക്കും. വീട്ടിൽ അറ്റകുറ്റകൾ പണികൾ നടത്താനും പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങാനും സാധ്യതയിൽ പറയുന്നു. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. വ്യാഴവും ശുക്രനും മിഥുന രാശിയിൽ സംയോജിക്കുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾക്കും പിന്തുണയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് വരുമാനത്തിൻ്റെ പുതിയ സ്രോതസ്സുകൾ തുറക്കാനും സാമ്പത്തിക വളർച്ച നേടാൻ സഹായിക്കും. അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ കൂടെ തന്നെ പുതിയ സൈഡ് വരുമാന പദ്ധതികൾ ആരംഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. അതായത് ചെറിയ രീതിയിൽ കടയിടാനോ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ കാണുന്നത്. എന്നിരുന്നാലും ആഡംബര വസ്തുക്കൾക്കും വിനോദങ്ങൾക്കും വേണ്ടി ചെലവഴിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്ന സമയവുമാണ്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നിക്ഷേപിക്കുമ്പോൾ അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളിൽ പൈസ ഇടുന്നത് ധനനഷ്ടത്തിന് കാരണമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. പ്രണയബന്ധങ്ങളിൽ പ്രതിബദ്ധത കാണിക്കാൻ ചിലപ്പോൾ പ്രയാസമൊക്കെ ഉണ്ടാകാം. അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തിയാൽ വളരെ വിശ്വസ്തരും അർപ്പണബോധവുമുള്ളവരായിരിക്കും. ഈ മാസം പ്രണയബന്ധങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിലും പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷകരമായ അനുഭവങ്ങൾ നൽകുന്നതാണ്. സൗഹൃദം പ്രണമായി മാറാനും സാധ്യതയിൽ പറയുന്നു. വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും മിഥുന രാശിയിലെ സംയോജനം പ്രണയബന്ധങ്ങളിൽ 2 അവസരങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മുൻ കാമുകനുമായി വീണ്ടും ഒന്നിക്കാനോ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാനോ സാധ്യതയിൽ കാണുന്നുണ്ട്. അവിവാഹിതരായവർക്ക് തങ്ങളുടെ ആത്മസുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. ഈ മാസം പ്രണയ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളും കൊണ്ടുവരും. എന്നിരുന്നാലും ഗ്രഹങ്ങളുടെ സ്വാധീനം ചിലപ്പോൾ പെരുമാറ്റത്തിൽ അപ്രതീക്ഷിത തീവ്രതയൊക്കെ ഉണ്ടാകാനിടയുണ്ട്. ഇത് പങ്കാളിക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം. അതിനാൽ ആശയവിനിമയത്തിൽ ശ്രദ്ധയും ക്ഷമയും പാലിക്കുന്നത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും. പൂരം നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും സ്നേഹമുള്ളവരുമൊക്കെ ആയി മാറും. ഓഗസ്റ്റ് മാസം കുടുംബജീവിതത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂല ഫലങ്ങൾ നൽകുന്നുണ്ട്. വീട്ടിലുണ്ടാകാൻ പറ്റുന്ന ചിലവുകളെക്കുറിച്ച് മുൻപ് പറഞ്ഞതാണ്. സാധനങ്ങൾ വാങ്ങുന്നതും അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട്
യാത്രകളൊക്കെ ആസൂത്രണം ചെയ്യപ്പെടും. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ്. എന്നിരുന്നാലും ശനിയുടെയും കേതുവിൻ്റെയും സ്വാധീനം കാരണം ചില ഗാർഹിക വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരാം. അതായത് വീട്ടുകാരുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മൊത്തത്തിൽ കുടുംബജീവിതത്തിൽ ഈ മാസം പൂരം നക്ഷത്രക്കാർക്ക് സന്തോഷം ഐക്യം നിലനിർത്താൻ സാധിക്കും. ഓഗസ്റ്റ് മാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ പൂരം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. എന്നിരുന്നാലും കേതു 1-ാം ഭാവത്തിൽ നിൽക്കുന്നത് ശനി 8-ാം ഭാവത്തിൽ നിൽക്കുന്നതും ആരോഗ്യകാര്യങ്ങളിലെ ജാഗ്രത ആവശ്യപ്പെടുന്നതാണ്. ക്ഷീണവും മാനസിക സമ്മർദ്ദമൊക്കെ വർദ്ധിക്കാനും ഇടയുണ്ട്. പതിവായി വ്യായാമവും പോഷകസമൃദ്ധമായ ഭക്ഷണവും ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പിന്തുടരുന്നത് ആരോഗ്യനില മെച്ചപ്പെടുത്താൻ സഹായിക്കും. മൊത്തത്തിൽ ആരോഗ്യപരമായ പുരോഗതിക്ക് സാധ്യതയുണ്ടെങ്കിലും പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ആവശ്യപ്പെടുന്നതാണ്. ഈ മാസത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പൂരം നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നൈപുണ്യ വികസനത്തിനും അവസരങ്ങൾ ലഭിക്കും. മൊത്തത്തിൽ മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. ബുധൻ്റെ വക്രഗതി പഠനത്തിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ ബുധൻ നേർരേഖയിലാകുന്നത് അത് ഈ മാസം 11-ന് ശേഷമാണ്. പഠനത്തിൽ കൂടുതൽ വ്യക്തതയും ശ്രദ്ധയൊക്കെ ലഭിക്കും. പൊതുവേ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും ദശാപകാരങ്ങൾ നല്ലതായിരിക്കില്ല. ഈ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യണം. പൂരം നക്ഷത്രക്കാർക്ക് വജ്രം ധരിക്കുന്നത് അനുകൂലമായിട്ടാണ് കാണുന്നത്. സൂര്യശാന്തി ഹോമം ചെയ്യുന്നത് ഉത്തമമാണ്. ശുക്രശാന്തി ഹോമം ചെയ്യുന്നതും മഹാലക്ഷ്മി ഭജനം, അന്നപൂർണേശ്വരി ഭജനം എന്നിവ പതിവാക്കുന്നത് നല്ലതാണ്. പൂരാടവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജയും പൂരാടവും വ്യാഴാഴ്ചയും ചേർന്ന് വരുമ്പോൾ വിഷ്ണു പൂജയും നടത്തണം. പൊതുവേ ചന്ദ്രദിശയിലെ ചന്ദ്രാപഹാരം പ്രത്യേകിച്ചും അതീവ ദോഷകരമായിരിക്കും. ചന്ദ്രപ്രീതിക്കായി ദേവീപ്രീതിക്കുമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും പൗർണമി ദിനത്തിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി അർച്ചന, കടുംപാശം എന്നിവ നടത്തുന്നത് നല്ലതാണ്. ശനിയുടെ വക്രഗതി മൂലമുണ്ടാകുന്ന തടസ്സങ്ങളെ നേരിടാൻ ക്ഷേത്രങ്ങളിൽ ഇരുമ്പ് സാധനങ്ങൾ സംഭാവന ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ മാസത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് വളരെയധികം സാധ്യതകളും ചില വെല്ലുവിളികളും നിറഞ്ഞൊരു സമയമാണ്. സാമ്പത്തികമായും തൊഴിൽപരമായും പുതിയ അവസരങ്ങളും പ്രതീക്ഷിക്കാം. ഇത് പുരോഗതിക്ക് വഴിയൊരുക്കും. പ്രണയബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും സന്തോഷവും ഐക്യമൊക്കെ നിലനിൽക്കും. എന്നിരുന്നാലും സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അമിത ചെലവുകൾ, ആരോഗ്യപരമായ വെല്ലുവിളികൾ എന്നിവ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാസത്തിൻ്റെ ആദ്യ പകുതിയിലെ ബുധൻ്റെ വക്രഗതി ആശയവിനിമയത്തിലെ ചില തടസ്സങ്ങളും അത് സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധയും ക്ഷമയൊക്കെ ആവശ്യമാണ്. നിങ്ങളുടെ സഹജമായ സർഗാത്മകത, കഠിനാധ്വാനം, പ്രായോഗിക ബുദ്ധി എന്നിവ മാസത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കും. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും നിർദ്ദേശിച്ച ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഈ മാസത്തെ വെല്ലുവിളികളെ അതിജീവിക്കാനും അനുകൂല ഫലങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനും സഹായിക്കും.